ഇത് നേരെ ഇത് ചെയ്തോടത്ത് ഇങ്ങോട്ട് വരിക. ഇമ്മ ഒന്നും പറഞ്ഞില്ല. ഇതെന്താ ഇപ്പൊ കാട്ടിയപ്പോ നല്ല ഇതില് വിളിച്ചോട്ടെ. അല്ല എല്ലാരും വൈഫുമാരും കളർ ചെയ്തു. എന്റെ വൈഫ് മാത്രം കളർ ചെയ്തില്ല. ഒരു പ്രശ്നം എന്റെ അടുത്താ പറഞ്ഞത്. ലവ് ഇട്ടുണ്ടോ? ഹായ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് എന്താ മോളെ, ഒരു റിയാക്ഷൻ വീഡിയോ ആണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കും. ഓളെ മാത്രല്ല എന്നെയും പുറത്താക്കും. അതായത് എന്റെ വീട്ടിലും ഇവളെ വീട്ടിലും അലോഡ് ചെയ്യാത്തൊരു കാര്യമാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്താണ്? മുടി കളർ ചെയ്യാൻ പോവാണ് ഗൈസ്. മുടി കളർ ചെയ്യാൻ പോവാണ്. എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. അവളെ ആഗ്രഹവും എനിക്ക് എന്തൊക്കെ കിട്ടുന്ന എനിക്ക് അറിയില്ല, എന്നെ വീട്ടിൽ കയറ്റുമെന്ന് അറിയില്ല. അപ്പൊ അങ്ങനത്തെ ഒരു അതെ 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 ഈ വീഡിയോയിൽ കറക്റ്റ് ഉണ്ടല്ലോ. ഓളെ ആഗ്രഹം എന്ന് പറഞ്ഞ നിന്റെ ആഗ്രഹം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുക. ഓ ഞാൻ ഭീഷണിപ്പെടുത്തി. അല്ല മോളെ ചെയ്യണ്ട വേണ്ട അല്ല ചെയ്യണ്ട അല്ല ചെയ്യണ്ട അല്ല വേണ്ട 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 വേണ്ട. എന്തിന്? എന്തുകൊണ്ട് വീഡിയോ മുടി കളർ ചെയ്യുന്നില്ല? എനിക്ക് ഒരു കുഴപ്പമില്ല, എനിക്ക് അമ്മാതിരി കുഴപ്പമില്ല. ഇല്ല വേണ്ട മുത്തേ, എന്റെ കാരണത്താൽ നിനക്കൊരു പ്രശ്നം വരണ്ട. വേണ്ട. അപ്പൊ എന്തായാലും നോക്കാം നമുക്ക് അല്ലേ എന്താവുന്നല്ലോ നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇവിടെ ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കാം. റിയാക്ഷന് വേണ്ടിയിട്ടുള്ള ഇതാക്കാൻ വേണ്ടി ഇവിടെ മുടിയൊക്കെ നമുക്കൊന്ന് കളർ ചെയ്തെടുക്കണം. എനിക്ക് മിക്കവാറും തോന്നുന്നുണ്ട് നമുക്ക് പുറത്തെ എന്തായാലും ഒരു ഫ്ലാറ്റ് നോക്കാം. ഞാൻ അപ്പത്തിന് എന്റെ കളറൊക്കെ നോക്കുമ്പോത്തിന് ഒരു ഫ്ലാറ്റ് നോക്കാം, അതാ വിളിക്കുന്ന നന്നാവാ. ഓക്കെ, എന്തായാലും നമ്മുടെ റിയാക്ഷൻ വീഡിയോയിലേക്ക് കടക്കാൻ വേണ്ടി പോകണം. എല്ലാരും ഒന്ന് ലൈക്ക് ഇട്ടേക്കല്ലേ? അത് ലൈക്ക് ഇട്ടേക്ക. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നടക്ക് ആദ്യം നമുക്ക് ഇതാ മുത്തിനെ കളർ ചെയ്യണം. ആഗ്രഹം പോലെ ഞാൻ കളർ ചെയ്യാം. അതെ, എനിക്ക് ഒരു ആഗ്രഹവും ഇല്ലാതെ ഇവിടെ നിർബന്ധത്തിന് കളർ ചെയ്യാൻ പോവാണ് കേട്ടോ. എന്താ ഡയലോഗ്? റോഷന്റെ ആഗ്രഹമല്ലോ. എനിക്ക് തീരെ ആഗ്രഹമില്ല. എന്നെ കളർ ചെയ്തിട്ടാണല്ലോ ഞാൻ ഇവിടെ ഫുഡ് കഴിച്ച്. എന്നും രാത്രി കരച്ചില്ല. തീരെ എനിക്ക് കളർ ചെയ്യുന്നില്ല. എല്ലാരും വൈഫുമാരും കളർ ചെയ്തു. എന്റെ വൈഫ് മാത്രം കളർ ചെയ്തില്ല. ആ പരിഭവം ഞാനിന്ന് തീർത്തു. ഈ ലിഫ്റ്റിലെ പാട്ടിന്റെ എല്ലായിടത്തും ഒരേ പാട്ട് മടുത്തു. പുതിയ അപ്ഡേഷൻ വേണം. റെഡിയല്ലേ ബ്രോ? ഇതൊന്ന് കളർ ചെയ്ത് സെറ്റ് ആക്കണം. ഈ സൈഡും അപ്പുറത്തെ സൈഡും ഒക്കെ പറ്റുമോ? മലയാളി നെയ് ये पूरा कलरिंग कर दो. पूरा इല്ലെങ്കിൽ आधा थोड़ा कर दो, नहीं तो मेरा घर में नहीं ഉള്ളിലേക്ക് नहीं करेगा ले उनका घर में मेरा घर में नहीं चलेगा. പിന്നെ പുറത്തില്ലേ വല്ല ഫ്ലാറ്റുമല്ലേ हम चलने पड़ेगा. അതെ അതെ. And a little bit color also, like what color you choose already, so we'll give the same color and that's done. ഇതിപ്പോ ഞാൻ തെളിവുകളായി വെച്ചിരിക്കുകയാണ്. കാരണം വീട്ടിൽ കയറി കഴിഞ്ഞാൽ പിന്നെ എന്റെ പേരിൽ ആരും ചാടരുത്. അതെ അതെ, മറിയന്റെ അമ്മ എന്റെ അമ്മ ഇതൊക്കെ കണ്ടില്ലേ? ഇവളായിട്ട് പറഞ്ഞു കൊടുത്ത സാധനങ്ങളാ. ഞാനല്ലോ, ഞാൻ ഇതിലില്ല. ഞാൻ ഈ പിക്ചറിലെ ഇല്ലാത്ത ആളാണ്. എനിക്ക് പ്രശ്നമില്ല, ഞാൻ തിരിച്ചു റെഡിയാണ്. ആയിക്കോട്ടെ, ഞാനും റെഡിയാണ്. എന്നാ പോര് പോവാ. ഇത് കണ്ടില്ലേ? ഇത് കണ്ടാ മനസ്സിലാവുമല്ലോ. ഓക്കെ ബൈ. കർദോ തെറ്റായിക്കൊണ്ടിരിക്കുന്നു അല്ലേ? അതെ, ഞാൻ അതിന്റെ ഇടയിൽ കൂടെ ചെറുതായിട്ട് നൈസായിട്ട് പുറത്തൊക്കെ പോയ. വേഗം നോക്ക് ബൈ ജൽദി. കഴിഞ്ഞോ? അയ്യോ ആയിട്ടുണ്ടല്ലോ. സത്യം പറഞ്ഞ വന്ന നീയല്ലോ ഇപ്പോഴത്തെ. ഇപ്പൊ വേറെ നീയ. നോക്കട്ടെ കളർ ചെയ്ത്. അണ്ടാ, ഇതെന്തായാലും സീനാണ് കേട്ടോ. സീനാണ്. പക്ഷെ അടിപൊളിയായിട്ടുണ്ട്. അയ്യോ, എനിക്കത്ര ഇഷ്ടമല്ല. കാരണം എനിക്കല്ലല്ലോ ചെയ്തത്, നിനക്കല്ലേ. നീയും വന്നിട്ട് ഹെയർ സ്പാ ചെയ്തല്ലോ. ഹെയർ സ്പാ ചെയ്ത് വെച്ചിട്ട് ഇപ്പൊ എന്താ? എന്ത് ഞാൻ ചെയ്താലും അവനും ചെയ്യണം. എനിക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാൻ കളർ അടിച്ചെടുക്കും. കോപ്പിക്കാറ്റ്. എനിക്ക് കളർ ചെയ്യണമെന്ന് ഇപ്പൊ പറയും. ഇല്ല. നോക്കട്ടെ.
ഇവിടെ ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും പോവല്ലേ, വീട്ടിലേക്ക് വിടാം. നമ്മളിതാ ഫാഷൻ TV സലൂണിലാണ് വന്നിട്ടുള്ളത് അല്ലേ? അപ്പൊ പോവല്ലേ, ഇനി നേരെ വീട്ടിലേക്ക് കൊണ്ടുപോകാതെ. അപ്പതാ ഗൈസ് നമ്മള് വീട്ടിലെത്തി. അതാ എന്റെ പടച്ചോന് റോഷ എന്നൊന്ന് അനുഗ്രഹിച്ചു വിടും. എന്നൊന്ന് അനുഗ്രഹിച്ചിരിക്കുന്നു. പേടിയാവുന്നു. എനിക്ക് ഇത് മറ്റേ കറക്റ്റ് അല്ലേ? സൈബ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, വാ, നിനക്കൊരു സാധനം കാണിച്ചിട്ടെ. വാ ഇവിടെ വാ, വാ പുറത്തിറക്ക്. സൈബിന് ആദ്യം തന്നെ നമുക്ക് സൈബിന് റിയാക്ഷൻ നോക്കാം. എങ്ങനുണ്ട് നോക്ക്, എങ്ങനുണ്ട്? പറഞ്ഞു കൊടുക്കല്ലേ പറയട്ടെ ഒരു കാര്യം, എങ്ങനുണ്ട് പറയും ആദ്യം. രസം തോന്നും. ഓ സൈബ 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 ഇമ്മന്റെ കോള് കഴിഞ്ഞ പിന്നെ എന്തായിരിക്കും ഉണ്ടാവാൻ പോണ്? അങ്ങനെ പറയരുത്. പറയല്ലേ അതൊക്കെ സൈബ അനക്ക് കളർ ചെയ്യണ്ട. ഇതാ മഴയൊക്കെ പെയ്യുന്ന ലൈറ്റിംഗ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് പുറത്ത് ഉള്ളിൽ ലൈറ്റ് ഇടാം, എന്നിട്ട് ഉള്ളിലേക്ക് പോവാ. ഉള്ളിൽ നിന്നുള്ള അവസ്ഥ നോക്കാം. ഓക്കെ, ഇവിടെ തന്നെ വണ്ടി കയറിക്കോ, വണ്ടി കയറിക്കോ. അറിയാത്തല്ലതാ. അതെ, വണ്ടി കയറിക്ക്, വണ്ടി കയറിക്ക്. അപ്പൊ ഞാൻ ഉള്ളിൽ സെറ്റ് ചെയ്യട്ടെ അല്ലേ? സൈബ എന്താ എന്റെ അഭിപ്രായം, എന്തുണ്ടാവുന്ന? എന്താണ് പോലെ ഉമ്മ കോള് കഴിഞ്ഞ ഒരു കാര്യമുണ്ട്. നിങ്ങൾ തിരിഞ്ഞിക്ക്, ഒരാളെ കാണിച്ചു തരാൻ കേട്ടോ. നിങ്ങൾ ഇത് പിടിച്ചോളി, ഇത് പിടിച്ചോളി. എന്ത് സിംഗിയാന്ന് മനസ്സിലാക്കി ഉമ്മ കണ്ടോ? അതാ ഒരു കാര്യമുണ്ട്, ഒരു കാര്യമുണ്ട്. മുണ്ടരുത് സൈബം, സൈബ അടങ്ങിക്ക്, മുണ്ടരുത്. ഓക്കെ ഉമ്മ അടങ്ങിക്ക്, ഇതാണ് സൈബനൊന്നും പറയാത്ത കേട്ടോ. സൈബ തിരുമ്പാള എടുത്തിട്ട് തിരിഞ്ഞു നിൽക്കാൻ പറയും. മട്ടലൊന്നും എടുക്കണ്ട. ഇതെന്താ ഇപ്പൊ കാട്ടിയപ്പോ നല്ല ഇതിലേ നല്ല മുടി ഉണ്ടായിരുന്നത്, പിന്നെ നായ്ക്കോലത്തിലാക്കിക്കണ്. ഇത് എന്തിനത് ഇങ്ങനെ കൊണ്ടാക്കിയത്? എന്താ ഈ കോലാക്കിക്കണത്? വേണ്ട ഓള് അവിടേക്ക് വരും. അല്ലെങ്കിലേ അമ്മായിമ്മ മറ്റേ സ്ട്രോങ് ആണ് എന്നിട്ട് എനിക്ക് ഇനി കേൾക്കാൻ ബാക്കിയില്ല. ഇങ്ങനത്തെ ഒക്കെ കാണുമ്പോൾ സ്ട്രോങ് ആവൂലേ? അന്റെ കുഴപ്പമാണ്. കാരണം എന്താ അറിയോ, നമ്മളെ കുറ്റം പറയില്ല. കാരണം ഓള് നല്ല നിൽക്കന്നെയാണ്, ഓള് നല്ല നിൽക്കന്നെ. മുടി ആക്കലൊക്കെ വെച്ച് മുടി പോയിണ്ട് കണ്ട് ഇജ്ജി സ്ട്രൈറ്റ് ഇതാക്കിക്കണതാ. ഓളെ മുടി ചൂർന്നിട്ട് അങ്ങനെ ഇങ്ങനെ ഓരോരുത്തർ കള്ള കൊടുത്തരുതുണ്ട്. അങ്ങനെ കുഴപ്പം തന്നെ, കുഴപ്പം തന്നെ. അതാ പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത്യാവശ്യം മുടി ഉണ്ടെന്നല്ല പോൾക്ക് എല്ലാ കോലത്തിനും നിന്ന് കൊടുക്കുക. അപ്പൊ മോനക്ക് അതിന് അനുസരിച്ചിട്ട് ഓൾക്ക് തുള്ളണത്. പിന്നെ ഇതെന്താ മുടി ചെമ്പിച്ച് ഇതാക്കിക്കണ, കളറാക്കിക്കണ. ഇത് അന്റെ അമ്മ ഒന്നും പറഞ്ഞില്ല. ഇമ്മന്റെ ഇത് നേരെ ഇത് ചെയ്തോടത്ത് ഇങ്ങോട്ട് വരിക. ഇമ്മ ഒന്നും പറഞ്ഞില്ല. വീഡിയോ കാണല്ല. ഇനി കല്യാണം നിങ്ങൾ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട് തന്നെ ഞങ്ങൾ രണ്ടാളി കാണാൻ നിൽക്കുന്നേ. ഞങ്ങൾ വീടിന്റെ അടുത്തേക്ക് പോയപ്പോൾ നിങ്ങൾ ഇവിടെ വീഡിയോ എടുക്കുമ്പോൾ വിചാരിച്ചിപ്പോ അത് വീഡിയോ എടുത്തിട്ട് നമ്മൾ അപ്പത്തിന് പോയി വരട്ടെ നേരമില്ലാത്തതാണ് ഞാൻ പോയത്. പോയി വരുമ്പോൾ എടുത്ത വീഡിയോ എന്താ വീഡിയോ? എന്റെ പള്ള കണ്ടാലും ഞാൻ എനിക്ക് പള്ളയുണ്ട് ഞാൻ പറയലുണ്ട് എപ്പോഴും. പക്ഷെ അങ്ങനത്തെ ഒക്കെ വീഡിയോ ആണ് എടുത്ത് പറയാം.
ഇതിപ്പോ നിനക്ക് എന്താ ഓരോ ദിവസം കഴിയും തോറും നിങ്ങൾ ചെള്ളാവുക. ഒലിക്ക് ഇഷ്ടായിന്ന് ഒലി നോക്കൂ ആ ഇഷ്ടായോ നിനക്ക്? ഇഷ്ടായോ? ഒലിക്ക് ഇഷ്ടായോ ഇഷ്ടല്ല പറയൂലേ? ഇതൊക്കെ ഓളെ ഇഷ്ടം വെച്ചേ. ഓളെ ഓളായിട്ട് ചെയ്ത് ഇഷ്ടമല്ല. വെച്ചതാ. ഓളിപ്പോ എല്ലാം നമ്മള് പറഞ്ഞ മാതിരി മാറി മാറി ഓള് നല്ല ഇതിൽ തന്നെ വന്നതാണ്. ഇയാണ് ഇതൊക്കെ കേടെടുത്തുന്നത്, അല്ലാതെ ആ. ഞാൻ റോഷനാണ് എന്നെ കേടെടുത്തിയത്. സിങ്കിയുണ്ട്. അല്ല കണ്ട. അല്ല ഇവൾക്ക് പറ്റാതെ നമ്മൾ ചെയ്യൂല, അതുകൊണ്ട് ആ നിങ്ങളെ കഥ മാറല്ലേട്ടാ. മറ്റേ വീഡിയോയില് കണ്ടില്ല ആൾക്കാർ നിങ്ങൾ അഭിനയിക്കാണെന്നാ പറഞ്ഞത്. ആ കോരി കൊടുക്കണതേ എനിക്ക് ഓളോട് സ്നേഹം ഉണ്ടെന്നുള്ള ഓൾക്കറിയാം. അതെ ഞാൻ ജ്യൂസ് ഓർഡർ ചെയ്യാത്തതുകൊണ്ട് ഉമ്മ എനിക്ക് ഞങ്ങൾ വായിലിട്ട് തന്നതാ. ഞങ്ങൾ അതുപോലെ ഫേക്ക് ആയിട്ട് കാണുന്ന നിങ്ങൾ എന്താണ്? അല്ല ഇപ്പൊ നിങ്ങൾ ഒന്നായി. അല്ല അങ്ങനല്ല, ഇതിന്റെ പേരിലേക്ക് എന്റെ ഉമ്മ എങ്ങനെ ചീത്ത പറയുന്നു അതുപോലെ ചീത്ത കേൾക്കുന്നു. ഞാൻ പ്രഡിക്റ്റബിൾ ആയിരിക്കും. അവളമ്മ പറഞ്ഞിരുന്നു ഓൾറെഡി പോകുമ്പോ തന്നെ പറഞ്ഞിരുന്നു ചെയ്യരുത്. സൈബന്റെ മുടി കളർ ചെയ്തിട്ട് തന്നെ ഇപ്പൊക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് ഓർമ്മ ഉണ്ടോ? ഞങ്ങളെ ഒല്ലിനെ കണ്ടില്ലേ നിങ്ങള്? ഇതിനുള്ള വിവരം ഇതിന് നല്ല ദശമുല മറിയിട്ട പേര് അതുകൊണ്ടാണ് ഞാൻ ഒല്ലിന്ന് വിളിക്കല്. ഇവിടെ ഇട്ട പേരെന്താ? അതെ വിളിച്ചോട്ടെ അല്ല അത് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള പേര് വിളിച്ചോട്ടെ. ഇപ്പൊ മറിയെന്ന് വിളിക്കുന്നുണ്ട്, മറിയം സിംഗിന്ന് വിളിക്കുന്നുണ്ട്. അത് പറ്റില്ല. ഇത് എല്ലാരും അന്ന് അല്ല അത് കേക്കട്ടെ. എല്ലാരും അന്ന് പറഞ്ഞ് നമ്മള് അവൾക്ക് ഞാൻ ജ്യൂസ് വരി കൊടുത്തപ്പോൾ ഇത് കഴിഞ്ഞാൽ ഭയങ്കര അടിയാണ്, ഇത് ഇവരെങ്ങനെയാണ് മറ്റേതാണ് ആൾക്കാരെ മുന്നിൽ ഇവിടെ ഞങ്ങളൊക്കെ ജ്യൂസ് ഓർഡർ ചെയ്തു. ഓളൊരു സാധനം കടലി എന്താണ് സാധനം? ഞാൻ ചാട്ടാണ് ഓർഡർ ചെയ്തത്. അത് ഓൾക്ക് തിന്നപ്പോ ഓള് വിചാരിച്ച മാതിരി ആവും ചെയ്യും. അവള് പണി ഇതേമാതിരി കഴിഞ്ഞ സമയം തിന്നുമ്പോ ഇതേമാതിരി അത് വരുന്നത് കണ്ട ഒലി വരുന്നുണ്ടല്ലോ പറന്ന് വരുന്നത്. അങ്ങനെ കൈ ചൂണ്ടി സംസാരിക്കരുത്, അങ്ങനെ ഒരാളോട് സംസാരിക്കരുത്, സംസാരിക്കരുത്. നല്ല കുട്ടിയാവണം. പിന്നെ വേറൊരു കാര്യം, സൈബനെയും പറ്റിയിട്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് സൈബ ഭയങ്കര സ്ട്രോങ് ആണ്, സൈബ അങ്ങനെയാണ് ഇങ്ങനെ. അതും ശരിയല്ല. കാരണം സൈബ ഈ ഇവിടെ ഉള്ള ഈ കുട്ടി ഇവരോട് ഇജ്ജി പൊടി കഴിച്ചി എന്നൊക്കെ വിളിച്ചാലും ചെറിയ കുട്ടിയല്ലേ, അപ്പൊ ചെറിയ അങ്ങനെയാണ് വളർന്നു വരിക. ഇവരുടെ കൂടെയാണ് വളർന്നു വരുന്നത്. അതാണ് റോഷന്റെയും റാഷിന്റെയും, അതായത് വലിയ രണ്ടാൾക്കാരുടെ കൂടെയാണ് വളർന്നു ഉണ്ടാവുക. ഇവരെ ഇപ്പൊ ഇക്കാക്കാന്ന് വിളിച്ചാലും ഒരു സമ്മതിക്കില്ല, എടാ പോടാന്ന് വിളിക്കാനേ സമ്മതിക്കുള്ളൂ. അതാണ് ഇവര് ഒരേ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഓക്ക് ഫസ്റ്റ് പറയാൻ തോന്നുന്നു ഇവരുടെ അടുത്തായിരിക്കും. ഭയങ്കര ഫ്രീ ആയിട്ട് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആദ്യം ഒന്ന് പറയാം സൈബന്റെ അടുത്താ. അതാണ് അത് ശരിയാണ്. ഒരു പ്രശ്നം എന്റെ അടുത്താ പറഞ്ഞത്. ഞങ്ങളുടെ സീക്രട്ട്. അത് പറയില്ല. അത് ഞങ്ങൾ തമ്മിലുള്ള കാര്യടോ. ഇല്ല അത് ഞാന് സൈബെ അറിഞ്ഞാ മതി. അറിയാനാവും നിങ്ങളുടെ അടുത്തൊക്കെ പറയുന്നത്. ലവ് ഇട്ടുണ്ടോ? ഇല്ല നമ്മളെ ഈ വീട്ടിൽ നിന്ന് മാറാൻ വേണ്ടി പോവാണ്. ടേബിളൊക്കെ മാറ്റിക്കുന്നു. അപ്പൊ എന്താന്ന് പറഞ്ഞാല് കുറെ സാധനങ്ങളൊക്കെ മാറ്റി അവിടുത്തെ ഫർണിച്ചറൊക്കെ സെറ്റ് ചെയ്ത് അപ്ഡേഷൻ ഒക്കെ കാണിച്ചിട്ടില്ലേ? 2 ദിവസത്തിനുള്ളില് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെയ്യപ്പെട്ട പേരാണ് ദാമു, നമ്മളിട്ടതാണ് ഒലി അല്ലേ? ഞാനിട്ട പേരാണ് ജയ്പെട്ടത് ദശമൂലം. ഞാൻ ഒലിന്റെ പേരിടാൻ റീസൺ ഉണ്ട്. ഒലിന്റെ അർത്ഥം പീസ് എന്നാ, പീസ്ഫുൾ. അപ്പൊ അതുകൊണ്ട് ഇറങ്ങിപ്പോയാല് പറഞ്ഞില്ലേ ഇപ്പൊ എങ്ങനെയാ സൈബ അവിടെ നിന്ന് എത്തിയിട്ട് വിളിക്കും മാമ്മന്ന്, അതിനനുസരിച്ച് വിളിയേക്കും, ഭയങ്കര വിളിയേക്കും. ഉറക്കൊക്കെ ചെയ്യില്ലേ? ഓള് തൊട്ടിലിട്ടിട്ട് ഉറക്കൊക്കെ ചെയ്യല്. ഏതെങ്കിലും ഒരു കിളി അതായത് ഇങ്ങനെ ഓളിങ്ങനെ വെക്കുമ്പോഴേക്ക് അത് ഉറങ്ങും. ചാരി നല്ല സുഖമായിട്ട് ഉടുപ്പിട്ടാലും ഉറങ്ങും. ചെയ്യപ്പോ അല്ലെങ്കിൽ ഒന്ന് കിടത്തി വെക്കാന് എങ്ങനെ മറ്റേ അതിന്റെ ഡ്രസ് ഇട്ട് അല്ല അതിന്റെ പൊച്ചിട്ട് അതിന്റെ ഡ്രസ് ചോദിക്കുമ്പോ കാണിച്ചു കൊടുക്കാം. ഒലിക്ക് വേണ്ടിട്ട് തന്നെ ഒലിന്റെ ഡേ ഔട്ട് നമ്മൾ പ്ലാൻ ചെയ്തു. ഒലിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിട്ട് അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയല്ലേ? അപ്പൊ എന്തായാലും ഇതിനെന്താ പറയാ? ഇവ കേറ്റൂലേ? നിന്നെ കേറ്റൂല ഞാൻ വീട്ടിലേക്ക് അനക്കാണ് ഇനി പ്രമോഷൻ
പ്രവേശനം ഇല്ലാത്തത്. പ്രവേശനം ഇതിപ്പോ ഞാൻ പുറത്തായ യെസ് ഇപ്പൊ ഞമ്മളെ പൊട്ടന ഞാൻ പൊട്ടണ. ഞാൻ വരുമ്പോ തന്നെ പറഞ്ഞല്ലോ എന്ത് അതവർക്ക് മനസ്സിലാവും. അപ്പൊ റോഷൻ പട്ടൻ മോഡൽ ആവണതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇന്നിപ്പോൾ മോഡൽ തന്നെയാണ് എല്ലാവരും ആവുക. ഇന്ന് കുട്ടികൾ അങ്ങനെ തന്നെ നടക്കേണ്ടതും അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ അത് നമ്മൾ അംഗീകരിക്കുന്ന സൈസ് മോഡലാവണം. ഈ മോഡലല്ല. അങ്ങനെ ഇവൻ കീറി മാന്തി അതൊക്കെ അല്ല, ഇത് കുഴപ്പമില്ല. ഇപ്പൊ ഇടയില്ല. അത് ഇപ്പൊ അങ്ങനത്തെ ജീൻസ് കത്തിച്ചിട്ടുണ്ട്. പറയും സത്യം പറയും. അത് റിവീൽ പരിപാടി ഞാൻ മേടിച്ചോണ്ടിരും. ഇമ്മെന്ത് ചെയ്യും? ഇതൊക്കെ കത്തിച്ച് കളയോ അല്ലെങ്കിൽ എടുത്ത് ഒളിപ്പിച്ചു വെക്കും. അതെ. അപ്പൊ എന്തായാലും നമ്മൾ പുതിയ വീട്ടിലേക്ക് മാറാൻ നിൽക്കും. സാധനങ്ങളൊക്കെ മാറ്റിട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആ വീടിന്റെ അപ്ഡേഷനും വീടിന്റെ ഹൗസ് വാമിങ് ചെറുതായിട്ടാണ് ഇപ്പൊ ഉള്ളത്. ഇപ്പൊ ചെറുതായിട്ട് പിന്നെ വലുതാക്കി എന്നെ കൂട്ടൂല. ഇല്ല കൂട്ടില്ല. എന്നെ കൊണ്ടുപോണില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കമന്റ് ചെയ്യ എന്നെ കൂട്ടാൻ പറ്റോ ഇല്ല? അല്ല പറ്റും. പക്ഷെ അല്ല കല്യാണം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ നടത്താല്ലേ? റെഡിയല്ലേ? റെഡിയാണോ? ഞാൻ 100% റെഡിയാണോ? ഞങ്ങൾ അതാ ചോദിക്കണേ. ഇവർക്ക് എന്തോ ഒരു ഉദ്ദേശം ഉണ്ട്. കാരണം എന്താ പറയാ, ഇവന് ഇങ്ങനെ നമ്മളടുത്ത് നിന്ന് ചീത്ത കേട്ട് കൊണ്ടെടുക്കാൻ ഒരു ഇഷ്ടം തോന്നുന്നുണ്ട്. അങ്ങനെ അല്ലാതെ കൂട്ടി കൊണ്ടുവരാൻ ഇപ്പൊ ഞങ്ങൾ ആരും തടസ്സമല്ല. ഇനിയിപ്പോ എന്ന് പറഞ്ഞാല് റൂം റെഡിയായി. റൂമിലേക്ക് കുറച്ച് സാധനങ്ങൾ സിംഗിനെ അതല്ല, അതൊക്കെ പുറത്തുനിന്ന് വീട് കാണാനല്ല. ഇതുവരെയായിട്ട് സിംഗിനെ ഞാൻ മറ്റെന്താ പറയാ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യുമ്പോഴൊക്കെയാണ് എമർജൻസി ആയിട്ട് പോകേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാല് ഞാൻ അവിടെ പോവും, പുറത്ത് നിർത്തണം. അങ്ങനെ ഞാനിങ്ങനെ കേറ്റും. കൂടെ പുറത്ത് നിർത്തിയിട്ട് അവരുള്ളിൽ പോയിട്ടെല്ലാം കണ്ടിട്ട് തിരിച്ചു വന്നു. അല്ല ഇങ്ങനെ ഞാനിങ്ങനെ കൊണ്ടുവരും, അവത്തേക്ക് കയറ്റും. അങ്ങനെയാണ് ഇനി രസം. വലത് കാലി വെച്ചിട്ട് അതെല്ലോ. അല്ല അതല്ല, ആ ഒരു സന്തോഷം വേറെ തന്നെയാണ്. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മള് ഹൗസ് വാമിങ്ങിന്റെ ഹോം അപ്ഡേഷൻ ഒക്കെ ഉണ്ട്. ഹോം അപ്ഡേഷൻ ഉണ്ടാവാ. പിന്നെ കുറച്ച് സാധനങ്ങൾ സെറ്റ് ചെയ്യണം. പിന്നെ ഇത് റെന്റിനാ. കഴിഞ്ഞ മാസം ഞങ്ങൾ ഇവിടുന്ന് മാറിയിട്ടില്ല. അപ്പൊ മാറിയിട്ടില്ലെങ്കിൽ ആ പരിപാടി തീരൂല. അപ്പൊ നമ്മൾ എന്താന്ന് പറഞ്ഞു പറഞ്ഞപ്പോ ജസ്റ്റ് മാറിയിട്ട് ഞങ്ങള് എനിക്കൊരു സർജറി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന്റെ മുന്നായിട്ട് അതിൽ കയറിയിട്ട് ഞാനിപ്പോ അതിന് തട്ടിപ്പോ ചെറിയ സർജറി ആണെങ്കിലും വലിയ സർജറി ആണെങ്കിലും നിങ്ങളെല്ലാരും ദുആ ചെയ്യും. അതിലെന്തെങ്കിലും അല്ല അതിലെന്തെങ്കിലും അല്ല അങ്ങനല്ല. പക്ഷെ പറയാൻ പറ്റൂല ചിലപ്പോ. കാരണം തന്നെ നിങ്ങൾ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നതിനെ കൊണ്ട് നമ്മൾ ചിലപ്പോൾ ടെൻഷൻ അടിച്ചിട്ട് ആ സമയത്തൊക്കെ റോഷു എന്ന് വെച്ചാൽ ചിലപ്പോൾ റോഷു സിഗ്നേറ്റ് എവിടെയും പോയിണ്ടാവും. അങ്ങനെ ആയിരിക്കും. അപ്പോ അതുകൊണ്ട് അപ്പൊ എന്തായാലും അതുകൊണ്ടാണ് പെട്ടെന്ന് മാറുന്നത്. എനിക്ക് സമാധാനമല്ലോ. ഇപ്പൊ നിന്റെ തലയിലായപ്പോ എനിക്ക് സമാധാനമല്ലോ. ചെയ്തത് ഞാൻ ഇത് എനിക്ക് ഇഷ്ടമില്ലാത്തോണ്ട് ഞാൻ രസം ഉണ്ടെന്ന് പറയില്ല. കുഴപ്പമൊന്നുമില്ല. പക്ഷെ തട്ടം ഇനി വണ്ടി കാണരുത്. തട്ടം എവിടെ പോകുമ്പോഴും ഇനി എക്സ്ട്രാ തട്ടങ്ങൾ എന്റെ ബാഗിൽ ഇപ്പൊ 2 തട്ടം എക്സ്ട്രാ ഉണ്ട്. അതങ്ങനെ ഞാൻ 2-3 എടുക്കും. മുന്നിൽ ഞാൻ ഇവർ പറയാണ് തട്ട ഈ ഇങ്ങനൊക്കെ കേട്ടോ. തട്ടില്ലാതെ പോകരുത്. അത് ഇഷ്ടമല്ല, പൊരുത്തല്ല എനിക്ക്. തട്ട എപ്പോഴും ഇടണേ പറഞ്ഞില്ല. ഇതൊന്നും എന്റെ അല്ലമ്മ, ഞാൻ പാവല്ലേ അമ്മ. അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും ചാനലിൽ. ഭക്ഷണം കൊടുക്കുമ്പോ പിണങ്ങും. ആ സിറിഞ്ച് കേടുന്നിട്ട് ഇന്നിപ്പോ വേറെ ഒന്ന് വാങ്ങി കൊടുത്തിട്ട് ഇപ്പൊ രാവിലെ കൊടുത്തിട്ട് പിണങ്ങി കുറച്ചു നേരം വിട്ട് പോയിട്ട് പിന്നെ ബാക്കടിച്ച് വരും. അപ്പൊ എന്തായാലും അടുത്ത ഒരു എപ്പിസോഡിൽ ഇനി ഹോം അപ്ഡേഷൻസ് മാറും. അതേപോലെ തന്നെ നമ്മുടെ കല്യാണം വരുന്നുണ്ട്, വെരി സൂൺ വരുന്നതായിരിക്കും. അപ്പൊ എന്തായാലും എല്ലാത്തിനും സ്റ്റേ ട്യൂൺ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെ, കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം. ഇമ്മന്റെ അഭിപ്രായങ്ങൾ കേട്ടാലും ഉമ്മ മിണ്ടാതിരിക്കണേ. ഓക്കെ. അപ്പൊ എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ. ബൈ ബൈ.